നടി കനകലത അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. പാർക്കിൻസൺസും മറവി രോഗവും കാരണം ഏറെ നാളായി ദുരിതാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറലോകം അറിയുന്നത്. 2021 മുതലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടതും രൂക്ഷമായതും. ഉറക്കക്കുറവായിരുന്നു തുടക്കം. 2022 ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്ന് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടുപിടിച്ചു. MRI സ്കാനിംഗ് തലച്ചോറ് ചുരുങ്ങുകയാണെന്ന് കണ്ടെത്തി. 16 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് മക്കളില്ല. നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത 350ഓളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരു യാത്രാമൊഴി, ഗുരു, കിലുകിൽ പമ്പരം, പാർവതി പരിണയം, തുമ്പോളിക്കടപ്പുറം, ആദ്യത്തെ കൺമണി, FIR, ആകാശഗംഗ, അനിയത്തിപ്രാവ്, അഞ്ചര കല്യാണം, ദോസ്ത്, മൈപ്പീലിക്കാവ്, മന്ത്രമോതിരം, എന്നെന്നും നന്മകൾ, കൗരവർ, കിരീടം, ജാഗ്രത, രാജാവിൻ്റെ മകൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനം പ്രത്യക്ഷപ്പെട്ടത്. ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളിലും സീരിയലിലും ഒഴിവാക്കി. അമ്മയുടെ ഇൻഷുറൻസും ആത്മയിൽ നിന്ന് ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായവും കൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത്. ആത്മാ സംഘടന സീരിയലുകളുടെ ഒരു സംഘടനയാണ് ഈ അമ്മ സംഘടന പോലെ. കനകലത ഒരുപാട് ചിത്രങ്ങളിലൊക്കെ കോമഡി വേഷങ്ങളിലും അല്ലാതെയുള്ള ജയറാമിൻ്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന ചിത്രമാണ്. അതിൽ ജയറാമിൻ്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നടി. എന്തായാലും നമുക്ക് ഏറെ പ്രിയപ്പെട്ട നടി തന്നെയാണ്. ഒരു ചെറിയ താരമല്ല.